നമസ്കാരം. ഞാനൊരു കാഴ്ച കാണിക്കാം. നമ്മുടെ ചില മാധ്യമങ്ങളൊക്കെ ഇതിനകം തന്നെ കാണിച്ചിട്ടുണ്ട്. ഇത് വയനാട് തിരുനെല്ലിയിലെ പനവല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു മാപ്പിളക്കൊല്ലി ഉന്നതി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതൊരു ട്രൈബൽ ഏരിയയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ആളുകൾ രോഗിയാണ്, അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കെട്ടിട നിർമ്മാണത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന അർബാന അതിലിരുത്തിക്കൊണ്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ വണ്ടിയൊന്നും പോകാത്ത സ്ഥലമാണെന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ആംബുലൻസ് പോയിട്ട് മറ്റു വണ്ടി പോലും പോകാത്ത റോഡില്ല. പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റും നമ്മളെപ്പോലെ തന്നെയുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. അവർ ധരിച്ചിരിക്കുന്ന വേഷമാവട്ടെ, ഇനി ആ കുട്ടിയുടെ ബാഗും മറ്റുമൊക്കെ ആണെങ്കിലും അവരെല്ലാം സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഗതാഗത സൗകര്യമില്ല. നമ്മൾ ഈ ദൃശ്യം കാണുമ്പോൾ അയ്യോ, പ്രബുദ്ധ നവോത്ഥാന പുരോഗതി പ്രാപിച്ച കേരളത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് നമുക്ക്. പക്ഷേ 1.5% ഉള്ളൂ ഈ ട്രൈബൽ ഏരിയ. ഒരുപക്ഷെ ഏത് സർക്കാർ വിചാരിച്ചാലും അവിടെ വികസനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റാത്ത ചില സ്ഥലങ്ങളുണ്ട്. അതൊന്ന് അവിടുത്തെ ആവാസ വ്യവസ്ഥ അങ്ങനെ തന്നെ നിലനിർത്തണം. പരിസ്ഥിതി പ്രശ്നം അതൊക്കെ കൊണ്ട് അവിടെ റോഡ് വെട്ടാൻ പറ്റാത്ത അല്ലെങ്കിൽ നിയമത്തിൻ്റേതായിട്ടുള്ള ചില നിയന്ത്രണങ്ങളുള്ള സ്ഥലങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. നമുക്ക് പക്ഷേ 1.5% മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരം ഇടങ്ങളിൽ നിന്ന് ഇതുപോലുള്ള ദൃശ്യങ്ങൾ ഇടയ്ക്ക് നമ്മൾ കാണേണ്ടി വരും. അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നമുക്ക് കേരളത്തിന് കേവലം 1.5% ഉള്ളൂ. അപ്പോൾ 14%, 20%, 38% ഒക്കെ ട്രൈബൽ ഏരിയയുള്ള മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. അവിടുത്തെ ഇതുപോലുള്ള നിരവധി ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവിടെ കൊണ്ട് ക്യാമറ വെച്ചിട്ടാണ് പച്ച മലയാളത്തിൽ തെണ്ടിത്തരം കാണിച്ചുകൊണ്ടിരുന്നത് പലപ്പോഴും. ഇപ്പോൾ ഗുജറാത്തിൽ 20% ട്രൈബൽ ഏരിയയാണ്, ഉത്തർപ്രദേശിൽ 14% ട്രൈബൽ ഏരിയയാണ്, ഛത്തീസ്ഗഡിൽ 38% ട്രൈബൽ ഏരിയയാണ്. അങ്ങനെ കേരളവും ഗോവയൊക്കെ ഒഴിച്ച് ബാക്കി നല്ലൊരു ശതമാനം സംസ്ഥാനങ്ങളിലും കേരളത്തെക്കാൾ എത്രയോ ഏരിയ ട്രൈബൽ ഏരിയ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കാം. പല സ്ഥലത്തും ഒരുപക്ഷെ ഈ ഗതാഗത സൗകര്യം മറ്റൊക്കെ ഉണ്ട്. പക്ഷേ കാണപ്പെടുക പഴയ വാഹനങ്ങൾ അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള ആളുകളൊക്കെ ആയിരിക്കാം. അപ്പോൾ അത് കണ്ടുകൊണ്ട് അയ്യോ, ഗുജറാത്ത് കിടക്കുന്നത് അങ്ങനെയാണ്, UP കിടക്കുന്നത് അങ്ങനെയാണ്, ഛത്തീസ്ഗഡ് കിടക്കുന്നത് അങ്ങനെയാണ് എന്ന് പറയുന്ന മലയാളി ഇനിയെങ്കിലും ചിന്തിക്കണം. ഇത്തരം സ്ഥലങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അതിന് ഏറ്റക്കുറച്ചിലുണ്ട്. നമുക്ക് 1.5% ഉള്ളൂ. അപ്പോൾ ആ 1.5% നിന്ന് വരുന്ന വാർത്തകൾ അത്രയും കുറവായിരിക്കും. അതായിരിക്കില്ല 38% ഉള്ളിടത്തു നിന്ന് വരുന്ന വാർത്തകൾ. അത് കണ്ടിട്ട് കേരളത്തിൻ്റെ മേന്മയാണ് എന്ന് ആരും വെറുതെ അഹങ്കരിക്കരുത്. അതൊരർത്ഥത്തിൽ കേരളത്തിന് ഉള്ളൊരു നേട്ടമാണ്. ബാക്കി 98.5% പ്രദേശങ്ങളും നമുക്ക് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഒരേപോലെ ആക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു 1.5% സ്ഥലത്ത് ഇങ്ങനെ പറ്റും. അതിന് ഏത് സർക്കാർ ഭരിച്ചാലും അല്ലെങ്കിൽ നിയമങ്ങൾ മാറണം. ഇപ്പോൾ നമുക്കറിയാം, നമ്മളെപ്പോലെ തന്നെ ജീവിക്കുന്ന ആളുകളാണ്. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രമാട്ടെ, ആ കുട്ടിയെ കണ്ടാലും ആ കുട്ടിയുടെ ഭാഗമൊക്കെ കണ്ടാലും നമുക്കറിയാം. പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വണ്ടി പോകാനുള്ള റോഡില്ല. റോഡ് പണിയാൻ സർക്കാരിൻ്റെ കാശ് ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. പരിസ്ഥിതി പ്രശ്നം കാണും, അല്ലെങ്കിൽ നിയമപരമായിട്ട് തന്നെ ചില നിയന്ത്രണങ്ങൾ അവിടെ കാണും. ഇതൊക്കെ തന്നെയാണ് പല സംസ്ഥാനങ്ങളിലും ഉള്ളത്. അപ്പോൾ അവിടെ കൊണ്ട് മലയാളി കൊണ്ട് ക്യാമറ വെച്ചിട്ട് ദാ കിടക്കുന്ന കണ്ടോ, നമ്മുടെ കേരളം വെച്ച് നോക്കുമ്പോൾ ഈ സ്ഥലം കിടക്കുന്ന കണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഉളുപ്പുള്ളവരാണെങ്കിൽ ഇനി ആ പണി ചെയ്യരുത്. കാരണം അത്തരം സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് കുറച്ചായതുകൊണ്ടാണ് നമുക്കത് വലിയതായിട്ട് അത് മോശം തോന്നാത്തത്. മോശമാണെന്നല്ല അതിന് പറയേണ്ടത്. കാരണം അത്തരം ഏരിയ അങ്ങനെയാണെന്നേ. അവിടെയും ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. ഇതുപോലെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള സംസ്ഥാനങ്ങളിലുണ്ട് ഏറ്റക്കുറച്ചിലോട് കൂടി. ഛത്തീസ്ഗഡിൽ 38% ട്രൈബൽ ഏരിയ ആണ് എന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ. അപ്പോൾ അത്തരം സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് അയ്യോ, ഛത്തീസ്ഗഡ് കിടക്കുന്നുണ്ടോ, ഒരു പുരോഗമനവും ഇല്ല, 10-40 വർഷം പുറകിലാണ് എന്ന് പറയുന്നവന് തലയ്ക്കോളമാണ്. കാരണം അവൻ ഒരു ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഒരു രീതിയിലല്ല അവർ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടാണെങ്കിൽ ഒരിക്കലും ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഈ സത്യം പ്രബുദ്ധ മലയാളി മനസ്സിലാക്കണം. ഇത്തരം സ്ഥലം ഛത്തീസ്ഗഡിലോ ഗുജറാത്തിലോ ഉത്തർപ്രദേശിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിനുമുണ്ടെന്നും ഇവിടെ അത് വളരെ കുറച്ചേ ഉള്ളതുകൊണ്ട് മാത്രമാണ് അത്തരം കാഴ്ചകൾ വല്ലപ്പോഴും മാത്രം കാണുന്നതെന്നും, എന്നാൽ നമ്മുടെയൊക്കെ എത്രയോ ഇരട്ടി സ്ഥലങ്ങളുള്ള അവിടെ നിന്ന് ചുമന്നുകൊണ്ട് പോയത് അല്ലെങ്കിൽ ആംബുലൻസ് ഇല്ലാതെ കഴുതപ്പുറത്ത് വെച്ചുകൊണ്ട് പോയത് അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെ പുറത്ത് കയറ്റി പോയത് വാർത്തയൊക്കെ നമ്മൾ കാണുമ്പോൾ ഇരുന്ന് പുച്ഛിക്കുന്നതിന് പകരം ചിന്തിക്കണം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവും.